ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറിയാക്കിയത് കീഴ്വഴക്കം ലംഘിച്ചെന്ന് കെ ഇസ്മായിൽ. ഇത്ര തിരക്ക് കൂട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് എന്തിനാണ്? സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടത്. കാനത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയല്ല എന്നും പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നും കെ ഇസ്മായിൽ പറഞ്ഞു. മുഴുവൻ പൂർത്തിയായി കഴിയുന്നതിന് മുമ്പാണ് കമ്മിറ്റി വിടുന്നത്. അപ്പോൾ അത് ഒരു അനുവചിത്യമല്ലേ എന്ന നിലയിൽ അവിടെ രണ്ട് സഖാക്കൾ ചന്ദ്രമോഹനും അതുപോലെ തന്നെ പ്രകാശ് ബാബുമൊക്കെ കമ്മിറ്റിയിൽ ഉന്നയിച്ചു എന്ന് പത്രവാർത്തകളിലൂടെ കാണാനിടയായി. അപ്പോൾ ഞാൻ മുകളിലൂടെയൊക്കെ സംസാരിച്ചപ്പോൾ ശരിയാണ്, ഇന്ത്യയൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ടല്ലോ, സ്റ്റേറ്റ് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറുണ്ടല്ലോ, എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ടല്ലോ, നാഷണൽ സെക്രട്ടേറിയറ്റ് മെമ്പറുണ്ടല്ലോ. അവർക്കൊരു 5-8 ദിവസത്തെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാൻ കഴിയുമായിരുന്നല്ലോ. അതുകൊണ്ട് ഇത്ര തിരക്ക് പിടിച്ച് വേണ്ടിയിരുന്നോ എന്നൊരു വിമർശനം പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ കൂടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സംസ്ഥാന കൗൺസിലിൽ സ്വാഭാവികമായും സെക്രട്ടറി ആര് വേണമെന്നുള്ളത് തീരുമാനിക്കും. ബിനോയ് വിശ്വമാണെങ്കിൽ ബിനോയ് വിശ്വം, അല്ല വേറെ ആളുകൾ അത് തീരുമാനിക്കും. അതാണ് തീരുമാനിക്കുന്ന ബോഡി. നടപടിക്രമം അങ്ങനെ. ഈ നടപടിക്രമം ഈ കീഴ്വഴക്കമൊക്കെ ലംഘിച്ചു എന്നാണ്. അല്ല, നടപടിക്രമങ്ങൾ ലംഘിക്കുകയല്ല, ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതായിരുന്നു. ആ ഒരു വിമർശനമാണ് പൊതുവെ നിലവിലുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, സാങ്കേതികമായി ഇസ്മായിൽ പറയുന്നത് ശരിയാണ് എന്ന് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരില്ല. കാരണം CPIയെ പോലൊരു സംഘടനയിൽ നിലവിലെ ചുമതലയുണ്ടായിരുന്ന ആൾ ഒരു കത്ത് കൊടുത്താൽ ആ കത്തല്ലോ അടുത്ത ഭാരവാഹിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം. അഭിലാഷ്, ഈ കെ ഇസ്മായിൽ പറയുന്നതും അത് തന്നെയാണ്. കാരണം ഈ CPIക്ക് അകത്ത് ഇത്തരത്തിലൊരു കീഴ്വഴക്കം ഇല്ല, ഇതുവരെയും ഉണ്ടായിട്ടില്ല. കാനത്തിന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയല്ല. ഇങ്ങനൊരു പിന്തുടർച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാധാരണ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കണമെങ്കിൽ സംസ്ഥാന കൗൺസിൽ ചേരേണ്ടതുണ്ട്. അവിടെയാണ് സെക്രട്ടറിയെ തീരുമാനിക്കുക. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ കാര്യത്തിൽ അത് ഉണ്ടായില്ല. ബിനോയ് വിശ്വത്തെ ഏകപക്ഷീയമായി സെക്രട്ടറിയാക്കി അവരോധിച്ചിരിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു നിലപാട് തന്നെയാണ് കെ ഇസ്മായിലിന്റേത്. രൂക്ഷമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതായത് CPIയിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാലത്തും ഇല്ലാത്ത പിന്തുടർച്ച അവകാശം ആണ് ഇപ്പോൾ ഇതിന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് കാനത്തിന്റെ കത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു സെക്രട്ടറിയെ തീരുമാനിച്ചെന്ന കാര്യത്തിൽ അറിയില്ല. എന്തായാലും ഇത് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കാനം രാജേന്ദ്രന്റെ മരണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു പ്രതികരണവുമായി വന്നിട്ടുള്ളത്. തുടക്കത്തിൽ ആദ്യം അതായത് ഇയാളെ ബിനോയ് വിശ്വത്തെ CPI സംസ്ഥാന സെക്രട്ടറി ആക്കിയപ്പോൾ തുടക്കത്തിലൊന്നും അതിൽ പ്രതികരിച്ചിരുന്നില്ല കെ ഇസ്മായിൽ. പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ തനിക്ക് കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, സാധാരണ നിലയിൽ കെ ഇസ്മായിൽ ഒരു കാനം വിരുദ്ധ നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ ഈ പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ ഇപ്പൊ നമുക്കറിയാം, മുഹസിൻ MLA, പട്ടാമ്പി MLA ഉൾപ്പെടെയുള്ള വലിയൊരു വിങ് അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നിരന്തരമായി നടപടിയും CPIക്കകത്ത് ഒരു വിഭാഗം, അതായത് ഈ കാനത്തിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ CPIയിലെ മുഹസിൻ ഉൾപ്പെടെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത് ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ കെ ഇസ്മായിലാണ് കൃത്യമായി ഇവരെ പ്രൊട്ടക്ട് ചെയ്തത്. പക്ഷേ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കെ ഇസ്മായിലിന് വലിയൊരു സ്വാധീനമൊന്നും പാർട്ടിക്കകത്തില്ല. കാരണം ഔദ്യോഗിക സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാന കീ പൊസിഷനിലൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഇപ്പോൾ എന്നാൽ ഇതൊന്നും വകവെക്കുന്നില്ല. അതായത് കെ ഇസ്മായിൽ ഇതൊന്നും വകവെക്കാതെയാണ് ഇതൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് ഈ ഒരു പിന്തുടർച്ച അവകാശം എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തന്റെ ഒപ്പം ഇതിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിൽ എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അത് ആര് എങ്ങനെ എന്നുള്ളത് പറയുന്നില്ല. എന്തായാലും അതിൽ ശക്തമായ ഒരു പ്രതിഷേധം പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.